നിങ്ങൾ കേട്ട് കാണും ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലും അതേപോലെ ഇന്ത്യൻ പത്രങ്ങളിലും പ്രത്യേകിച്ച് റീജിയണൽ പത്രങ്ങളിലും ഹിന്ദി പത്രങ്ങളിലും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന വാർത്തയാണ് ഇന്ത്യ ബംഗ്ലാദേശിന് അരി കൊടുക്കരുത്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുമ്പിൽ, അതായത് ഈ പ്രാഥമികമായിട്ടും ഈ പറയുന്ന ബാസ്മതി അല്ല, സബ്സിഡൈസ്ഡ് രീതിയിൽ കൊടുക്കുന്ന അരി അത് നിർത്തലാക്കണം. ബംഗ്ലാദേശ് ബെഗ് ചെയ്യുകയാണ് ഇന്ത്യയുടെ മുമ്പിൽ. ഇന്ത്യ അതേപോലെ തന്നെ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്ന കോട്ടൺ, അതേപോലെ തന്നെ അഗ്രികൾച്ചർ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഒനിയൻ, ഏകദേശം 37 ഐറ്റംസ്. ഇതിൻ്റെയൊക്കെ പേരുകൾ ഓരോന്ന് എടുത്ത് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും മലയാളത്തിലെ ചില ചാനലുകളും പത്രങ്ങളും ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴുണ്ടായ ഏറ്റവും വലിയ ഡെവലപ്മെൻ്റ് എന്ന് മനസ്സിലാക്കുക, ബംഗ്ലാദേശ് അമേരിക്ക എന്താണ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ മുകളിൽ, ഇൻക്ലൂഡിങ് ഇന്ത്യയുടെ മുകളിൽ, സെയിം മോഡസ് ഓപ്പറൻഡി ഇന്ത്യക്ക് മുകളിൽ പ്രയോഗിച്ചു. 37 ഐറ്റംസ് ഇൻക്ലൂഡിങ് റൈസിൻ്റെ പേര് പ്രത്യേകം പരാമർശിക്കുന്നില്ല എങ്കിലും റൈസ് ഉൾപ്പെടെ, ഒനിയൻ ഉൾപ്പെടെ, എഞ്ചിനീയറിംഗ് പാർട്സ് ഉൾപ്പെടെ 37 സാധനങ്ങൾക്ക് ബംഗ്ലാദേശ് ടാരിഫ് ഏർപ്പെടുത്തി. ടാരിഫ് ചിലതിന് 10 ഉണ്ട്, ചിലതിന് 20 ഉണ്ട്. അതേപോലെ ഇന്ത്യയിൽ നിന്നും പോകുന്ന കോട്ടൺ, അവരുടെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഭാഗമാണ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. ആ കോട്ടന് മുകളിൽ പോലും 10 മുതൽ 25% ടാരിഫ് ഏർപ്പെടുത്തി. അതേപോലെ ഇന്ത്യയിൽ നിന്നും പോകുന്ന ഫുഡ് സാധനങ്ങളായ മിൽക്ക് പൗഡർ, മറ്റുള്ള സാധനങ്ങൾ, വെണ്ണ, ഇതിൻ്റെ മുകളിൽ ഏർപ്പെടുത്തി. ആരും പ്രതീക്ഷിച്ചില്ല ഇന്ത്യക്കാരിതൊന്നും. അതാണ് ഈ പറയുന്നത്, ചിലയിടത്തൊന്നും കയറി ചൊറിയാൻ പോകരുത്. കാരണം ആ രാജ്യത്തിന് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അതവർ കാണിച്ചു കൊടുത്തു. കാരണം ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് ടസിൽ അതിന് മറ്റൊരു രൂപം ഉണ്ടായി. അതാണ് അതിൻ്റെ കാരണം. അവരും തീരുമാനിച്ചു അവിടുന്ന് ഇന്ത്യയിലൊക്കെ അയക്കുന്ന ജൂട്ട്, അതായത് ചണം, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ പാക്കിംഗ് ഇൻഡസ്ട്രീസിലാണ്. അതായത് സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും, അതിന് പോലും അവർ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പറയുന്നത്, ഈ ചിലയിടത്തൊന്നും പോയി വലിയമ്മാവനാകാൻ കളിക്കാൻ പോകരുത്. അമേരിക്ക കൊണ്ടുവന്നാലും മറ്റൊരു സാധനം കൊണ്ടുവന്നു. ഇന്ത്യക്കാർക്ക് ടൂറിസ്റ്റ് വിസ കൊടുക്കണ്ട ഇനി ബംഗ്ലാദേശിലോട്ട്. ബിസിനസ് വിസ മാത്രം കൊടുത്താൽ മതി. ടൂറിസ്റ്റ് വിസ അതും ഒരു ബാൻ ചെയ്തു. ഏകദേശം 4ഓളം കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ടൂറിസ്റ്റ് വിസ ഓഫീസുണ്ട്. ബോംബെ, ഡൽഹി, കൽക്കറ്റ, ത്രിപുര. ഈ 4 അവർ സസ്പെൻഡ് ചെയ്തു. ആർക്കാണ് അടി കിട്ടിയത്? ഇപ്പം എല്ലാവരും വിചാരിക്കും ബംഗ്ലാദേശ് ചെറിയ രാജ്യം, ഇന്ത്യക്ക് അടി കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യയിൽ ട്രേഡുണ്ട് ബംഗ്ലാദേശുമായിട്ട്. ഈ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന പല രീതിയിലാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. അരിക്കകത്ത് നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഒനിയൻ്റെ അകത്ത് സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഈ പലതിൻ്റെ അകത്ത് സബ്സിഡി. കാരണം ഇന്ത്യയിലെ കർഷകർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് ബംഗ്ലാദേശിലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ചെറിയ ഈ പല 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 പൊട്ടന്മാർക്കും അതിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല. ബംഗ്ലാദേശിൽ ഈ സാധനമൊക്കെ ഉണ്ടാകും. അവരുടെ നല്ല മണ്ണാണ്, പക്ഷേ അവിടെ ഈ പ്രൊഡക്ഷന് കോസ്റ്റ് കൂടുതലാണ്. കാരണം ഗവൺമെൻറ് അത് അത് ഉണ്ടാക്കുവാൻ വേണ്ടി കർഷകർക്ക് സബ്സിഡി കൊടുക്കുന്നില്ല. കാരണം ദാരിദ്ര്യ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ എക്കോണമി മുന്നോട്ട് പോകാനും അവരുടെ അഗ്രികൾച്ചറിൻ്റെ അകത്ത് സാധനങ്ങൾക്ക് നല്ല വില കിട്ടാനും അവിടെയുള്ള കോട്ടൺ ഇൻഡസ്ട്രീസ്, മില്ലുകൾ, അവിടെ ബംഗ്ലാദേശി കോട്ടന് പ്രാധാന്യം കൊടുക്കുവാനും അമേരിക്കൻ കോട്ടൺ, അതായത് അമേരിക്കയുമായിട്ട് അവർ ട്രേഡ് ഡീൽ സൈൻ ചെയ്തു 14%. അമേരിക്കൻ കോട്ടൺ അവിടെ വരുത്തുവാൻ തീരുമാനിച്ചു. അപ്പം അതിനൊരു വഴി ഒപ്പിച്ചു കൊടുക്കുകയാണ് ഈ സംഭവം മുഴുവൻ ഉണ്ടായത്. അപ്പോഴീ പറഞ്ഞുകൊണ്ടിരുന്ന പട്ടിണിയാണ്, മാടയാണ്, കോടയാണ്. ആസാമിൽ നിന്നും 50 രൂപയ്ക്ക് ലിറ്ററിന് അവർക്ക് സ്പീഡ് ഡീസൽ കൊടുക്കുന്നുണ്ട്. അതും അവർ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ തരണ്ട, ഞങ്ങളത് പുറത്തുനിന്ന് വാങ്ങാം.
ആരാണ്? ഇതാണ് ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് കൊളാപ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പല വിഡ്ഢികളും ഇരുന്ന് പറയുമ്പോൾ നിങ്ങളതിൻ്റെ യഥാർത്ഥ എക്കോണമി മനസ്സിലാക്കണം. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ഏകദേശം 14 ബില്യൻ്റെ ട്രേഡാണ് നടക്കുന്നത്. അപ്പോൾ 14 ബില്യൺ നടക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നത് 2 ബില്യന് താഴെയുള്ളൂ. അപ്പോൾ ട്രേഡ് അഡ്വാൻറ്റേജ് ആർക്കാ? ഇന്ത്യക്കാണ്. ഈ പണം മുഴുവൻ എത്തിയ ശേഷം മാത്രമാണ്, അതായത് ബംഗ്ലാദേശി അല്ല ഡോളറിലാണ് ഈ ട്രേഡ് നടക്കുന്നത്. അതിവിടെ എത്തിയ ശേഷം, അതായത് ഡോളറിലും ഇന്ത്യൻ കറൻസിയിലുമാണ് ട്രേഡ് നടക്കുന്നത്. അതിവിടെ എത്തിയ ശേഷം ഇവിടുന്ന് ഈ സാധനങ്ങൾ, അതായത് ഇന്ത്യയുടെ ഈ കൽക്കട്ട, ജാർഖണ്ഡ് ആ ഭാഗത്തുള്ളവരും ഒറീസ ഭാഗത്തുള്ള അവിടെയുള്ള കർഷകർക്ക് അവിടെ ഉണ്ടാക്കുന്ന റൈസ്, അതായത് ഈ ബാസ്മതി അല്ല ഏറ്റവും കൂടുതൽ, ബാസ്മതി പോകുന്നുണ്ട്, ഈ റൈസ്, ഈ സംഭവങ്ങൾ അവിടെയുള്ള കർഷകർക്ക് പ്രയോജനമാണ്. കാരണം പെട്ടെന്നത് വിറ്റങ്ങ് മാറും, ഇത് ബംഗ്ലാദേശിലോട്ടങ്ങ് പോകും. അതൊക്കെയാണ് ഇപ്പോഴേ ഇല്ലാതാകാൻ പോകുന്നത്. സെറ്റ് ബാക്ക് ആരാ? ഇന്ത്യക്ക് തന്നെ കിട്ടിയത്. ബംഗ്ലാദേശിന് മറ്റുള്ള രീതിയിൽ അവരുടെ എക്കോണമിയും അവരുടെ ഫാർമേഴ്സിനെ അതിനെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ ചെയ്തതാണ് അവർ പറയുന്നത്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ അവരെ സഹായിക്കാനായിട്ട് ചൈനയും പാകിസ്ഥാനും മുന്നോട്ട് വന്നു. മറ്റുള്ള അറബ് രാജ്യങ്ങളും പറഞ്ഞു ബംഗ്ലാദേശിന് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ, അതായത് ക്രൂഡും മറ്റുള്ള സാധനങ്ങളും എത്തിച്ചു കൊടുക്കാം, അതായത് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ. കാരണം അവർ അമേരിക്കയായിട്ട് ഡീലും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സാധനങ്ങൾക്ക് വലിയ കുറവുണ്ടാവത്തില്ല. അതേപോലെ തന്നെ ഇന്ത്യ ഡീസൽ കൊടുക്കുന്ന, സ്പീഡ് ഡീസൽ കൊടുക്കുന്ന ബ്രഹ്മപുത്രയിൽ, അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. ഈ ബ്രഹ്മപുത്രയിലുള്ള ഡീസൽ ഈ ക്രൂഡെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രൂഡാണ്. സൾഫറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അത് റിഫൈൻ ചെയ്തെടുക്കാൻ പണം കൂടുതലാകും. പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പണം മുടക്കിയാണ് പൈപ്പ് ലൈൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കാരണം റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക എന്നതും, അതേപോലെ ബംഗ്ലാദേശിന് നമ്മൾക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ്. അവിടെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റുകളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കൊണ്ടുവരുന്നത്. പക്ഷേ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഒരു ഡിപ്ലോമാറ്റിക് കൊളാപ്സാണ് ബംഗ്ലാദേശിൽ നടന്നത്. കാരണം പ്രോപ്പറായിട്ട് നമ്മളിത് പലതിനെ അഡ്രസ്സ് ചെയ്തില്ല. ഷെയ്ഖ് ഹസീനയുടെ ഇഷ്യൂ തന്നെയാണ് പ്രശ്നം. അത്ര അൺപോപ്പുലറായിട്ടുള്ള ലീഡറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അവർ പൊളിറ്റിക്കൽ അസൈലമായിട്ട് വരിക, അവിടുത്തെ കോർട്ടിൻ്റെ ഡിസിഷൻ വരികയും നമ്മളവരെ കൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ, കാരണം ആ രീതിയിൽ റിട്ടാലിയേഷൻ, അതായത് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അവർ വന്ന് തെണ്ടുവാന്ന് പറഞ്ഞ് അവർ നമ്മുടെ മുകളിലൂടെ ടാരിഫ് അടിച്ചു വെച്ചു. ഇതിനകത്ത് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞ് ഇന്ത്യക്കുണ്ടായി. അതായത് നിങ്ങൾ നോക്കുക, 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ഒനിയൻ, അതായത് സവാള, അതിൻ്റെ പ്രൈസ് പെട്ടെന്ന് സ്ലാഷ് ചെയ്തു. കാരണം ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ബംഗ്ലാദേശിലോട്ട് ഈ ഒനിയൻ പോയിക്കൊണ്ടിരുന്നത്. അതിന് മുകളിൽ പോലും അവർ ടാരിഫ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ കോട്ടൺ, അതായത് ഇന്ത്യൻ കോട്ടൺ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുള്ളൊരു സംഭവമായിരുന്നു. കാരണം ബംഗ്ലാദേശി കോട്ടൺ വാങ്ങുന്നത്, കാരണം ഇന്ത്യൻ കോട്ടൺ വളരെ ചീപ്പായിട്ടാണ് അവിടെ കിട്ടുന്നത്. അതിൻ്റെ റീസൺ ഒന്നാണ് ഇന്ത്യൻ കർഷകർക്ക് ഇഷ്ടം പോലെ സബ്സിഡി കിട്ടുന്നുണ്ട്, ബംഗ്ലാദേശി കർഷകർക്കില്ല. കാരണം അവിടെയും ഈ കോട്ടൺ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആ കോട്ടന് പ്രൈസ് കൂടുതലായതുകൊണ്ട് ഇന്ത്യൻ കോട്ടൺ വാങ്ങും. അതിൻ്റെ പേരിൽ അതിനും എടുത്ത് ടാരിഫ് കൊടുത്തു. പല പോർട്ടുകളിലും പലയിടത്തും വ്യത്യസ്തമായ ടാരിഫും കൊടുത്തു. മനസ്സിലാക്കുക, ഈ ഒരു സന്ദർഭത്തിൽ ബംഗ്ലാദേശിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ചൈനയിൽ നിൽക്കുന്നു, പാകിസ്ഥാനിൽ നിൽക്കുന്നു, അറബ് രാജ്യങ്ങളിൽ നിൽക്കുന്നു. ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി. ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബംഗ്ലാദേശ് ഈ ഇഷ്യൂ എടുത്തിരിക്കുന്ന, എസ്കലേറ്റ് ചെയ്ത് ഈ ഇഷ്യൂ എടുത്തിരിക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയുടെ കാര്യമായിട്ട്. കാരണം അവർ പറയുന്നത് ഇന്ത്യയുമായിട്ട് ഫർദർ റിലേഷൻഷിപ്പിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല. ഇന്ത്യക്ക് ഏത് രീതിയിലാണ് ജനങ്ങൾ ഏത് രീതിയിലാണ് ബംഗ്ലാദേശികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, അതേ രീതിയിൽ ഇന്ത്യൻ സാധനങ്ങളും അവർക്ക് വേണ്ട. ഇത് വല്ലാത്തൊരു പൊല്ലാപ്പ് സംഭവമാണ്. ഇത് ചെറിയ രീതിയിലൊന്നും, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ രാജ്യമാണ്, ആ രീതിയിലൊന്നും ഇതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നൊരു ഇഷ്യൂ ഒന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ ഇത്രയും സാധനങ്ങൾ നിർത്തുക,
അതേപോലെ ഇന്ത്യൻ കർഷകരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയെ മാറ്റി നിർത്തി പാകിസ്ഥാനും ചൈനയുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കി അവർ കൂടുതൽ സാധനം പ്രൊക്യൂർ ചെയ്യുന്നു. അവർ പറയുന്നതിന് വേറെ കാരണങ്ങളാണ്. ആ രീതികൾ ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ മറ്റൊരു സൈഡുണ്ട്. അതായത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു പെർമനൻ്റ് ശത്രുവാകാൻ പോകുന്നു. പാകിസ്ഥാൻ ഇതാണ് ഇതുപോലെയാണ് പാകിസ്ഥാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാ തലങ്ങളിലും ഇന്ത്യയെ ബാധിക്കും. കാരണം ഏകദേശം 2 കോടിയിലധികം ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട്. കാരണം ഇത് ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്യാതെ ആമിക്കബിളായിട്ട് ബംഗ്ലാദേശുമായിട്ട് സംസാരിച്ച് ഇത് സെറ്റിൽ ചെയ്യുകയാണ് ഏറ്റവും ആവശ്യം. കാരണം ഫെബ്രുവരിയിൽ അവിടെ ഇലക്ഷൻ നടത്തി പുതിയ ഗവൺമെൻറ് വരികയാണ്. അത് ബേസിക്കലി താരിഖ് അഹമ്മദ് ഖാലിദാസിയുടെ മകനെന്ന് പറയുന്നയാൾ ബേസിക്കലി ആൻറ്റി ഇന്ത്യനാണ്. അയാളൊരു പ്രോ അമേരിക്കനാണ്, പ്രോ പാകിസ്ഥാനാണ്, പ്രോ ചൈനയാണ്, ആൻറ്റി ഇന്ത്യനാണ്. ഇതും കൂടെ മനസ്സിലാക്കുക. വരാൻ പോകുന്ന ദിവസങ്ങളിലും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യക്ക് അനുകൂലമായൊരു രാജ്യമായിരിക്കുകയില്ല. ഇന്ത്യയുമായിട്ടുള്ള ടെൻഷൻ വീണ്ടും വർദ്ധിക്കും. അതായത് അവിടെയുള്ള ഹിന്ദുക്കളുടെ അവിടെ ബംഗ്ലാദേശിൽ ജീവിക്കുന്ന ഹിന്ദുക്കളുടെ ലൈഫും അതും ചോദ്യചിഹ്നമാകും. ഇന്ത്യയുമായിട്ട് റിലേഷൻഷിപ്പും ചോദ്യചിഹ്നമാകും. ഇവിടെയാണ് എന്ത് വില കൊടുത്തും ഇന്ത്യയും ബംഗ്ലാദേശും പഴയ രീതിയിൽ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ പെർമനൻ്റ് ശത്രുവല്ല. ഇന്ത്യയുടെ ബോർഡറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കൊരു പെർമനൻ്റ് സംഭവം ഇഷ്യൂ ആയിട്ട് ഇതങ്ങ് മാറും. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാറിലോട്ട് വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇന്ത്യയിലുള്ള സംഘപരിവാറും BJPയെ അനുകൂലിക്കുന്നവരും വലിയ ദേശസ്നേഹം പറയുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോന്ന് ഈ പറയുന്നത് സോഷ്യൽ മീഡിയയിലും ഇവിടുത്തെ ഇറസ്പോൺസിബിളായിട്ടുള്ള ന്യൂസ് പേപ്പറും പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു ചോട്ടാ രാജ്യം, അതായത് ഒന്നുമല്ലാത്തൊരു രാജ്യം ഇന്ത്യക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങോട്ടുള്ള സാധനം അവിടെയും തരുന്നില്ല. ഈ രീതിയാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഇറസ്പോൺസിബിളായിട്ടുള്ള ഡിപ്ലോമസിയും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും, അതായത് എല്ലാവരെയും ശത്രുക്കളാക്കുക എന്നുള്ള പോളിസിയും ആൻറ്റി മുസ്ലിം ആ രീതിയിൽ പോകുന്നതിൻ്റെ ഫലമാണ് ഇതുണ്ടായത്. ഇതിൻ്റെ ഭവിഷ്യത്തുകളെന്ന് പറയുന്നത് വലിയ രീതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ.